ബീരാൻകുട്ടി മാസ്റ്റർ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ എന്റെ മനസ്സിലുണ്ട്. എന്താ സ്നേഹം എന്ന് അദ്ദേഹം നിർവചിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു നിർവചനം, രണ്ടുപേർ മഴയുള്ള സമയത്ത് ഒരു വാഴയില ചൂടിക്കൊണ്ട് നടക്കുന്നു. അവരിൽ ഒരാളാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളയാൾ. എങ്ങനെ അറിയാം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, രണ്ടുപേർ ഒരു വാഴയില ചൂടി മഴയത്ത് നടക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ നനയുന്നത് ആരാണെന്ന് ശ്രദ്ധിച്ചാൽ മതി, അയാളാണ് സ്നേഹമുള്ളയാൾ. പറഞ്ഞാൽ മറ്റേയാൾ അധികം നനയാതിരിക്കാൻ ഈ ഇല അയാളുടെ ഭാഗത്തേക്ക് ചരിച്ചു പിടിക്കുന്നു. വാസ്തവത്തിൽ ആ കവിവരന്റെ കണ്ടെത്തലുകൾ എത്ര ശ്രേഷ്ഠമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, സ്നേഹത്തിന് കൊടുത്ത നിർവചനം, രണ്ടുപേർ ഒരപ്പം മുറിച്ചു കഴിക്കുന്നു. ഒറ്റ അപ്പമേ ഉള്ളൂ രണ്ടുപേർക്ക്. അതിൽ ഒരാളാണ് അധികം സ്നേഹമുള്ളയാൾ. എങ്ങനെ അറിയാം? ഏറ്റവും ചെറിയ അപ്പക്കഷണം മാത്രം മുറിച്ചെടുക്കുന്ന ആളിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അയാളാണ് അതിലേറ്റവും സ്നേഹമുള്ളയാൾ. വലിയ അപ്പക്കഷണം കൂട്ടുകാരന് വേണ്ടി, അപരനു വേണ്ടി മാറ്റിവെക്കുന്ന സ്നേഹം. പിന്നീടും അദ്ദേഹം വാചാലനായി സ്നേഹത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത്, രണ്ടുപേർ തർക്കിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് തർക്കിക്കുന്നത്. തർക്ക വിഷയം സ്നേഹമാണ്. അതിൽ ഒരാൾക്കാണ് അധികം സ്നേഹമുള്ളത്. ആ തർക്കത്തിൽ തോറ്റുകൊടുക്കുന്ന ആളിനെ ശ്രദ്ധിച്ചാൽ മതി, അയാളാണ് അധികം സ്നേഹമുള്ളയാൾ. ഞാൻ സ്നേഹിതനെ കുറിച്ച് പറഞ്ഞ ഉപമയിൽ സ്നേഹത്തെക്കുറിച്ചൊരു പരാമർശം നടത്തിയെന്നേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ